അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈസി ആയിട്ടുള്ള ബാച്ചിലർ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിച്ചപ്പും തൈരും അതുപോലെ 2 പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. പുതിന ഉണ്ടെങ്കിൽ അതും കൂടി ആക്കണം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് ജീരകശാല അരി കുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ടൊരു കുക്കർ എടുക്കുക, അതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സവാള എടുക്കുക. ഞാനിപ്പോൾ 2 ആൾക്കുള്ള ചോറ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിനായിട്ട് ഞാനൊരു പീസ് സവാള എടുത്തിട്ടുള്ളൂ, അത് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 പീസ് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല വഴന്ന് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലിട്ടിട്ടുണ്ട്, ഞാനത് പറയാൻ വിട്ടു പോയിട്ടോ. എന്നിട്ട് നമ്മളൊരു പീസ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വരണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഗ്രീൻ കളർ പേസ്റ്റ്, നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല, പിന്നെ അതുപോലെ തന്നെ ഒരിത്തിരി ഗരം മസാല ഇത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിക്ക് എത്രയാണ് നിങ്ങൾ എടുത്തിട്ടുള്ള അതിന് കറക്റ്റ് ആയിട്ടുള്ള അളവിന് വെള്ളം എടുക്കണം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാനിപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിൽ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അരിയും കൂടി ഇട്ട് ചേർത്തിട്ട് കുക്കർ അടച്ചു വെക്കുക. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ. ആ നേരം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം. സാലഡിന് ഞാൻ കുക്കുംബർ, ഉപ്പ്, കുരുമുളക് പിന്നെ തൈര് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത സാലഡ് റെഡി. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കനും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ല ഫ്രഷ് നെയ്യ് അതിൻ്റെ മേലിൽ കൂടെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.